ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന കുറച്ച് ഹെയർ കെയർ ഹാബിറ്റുകളെ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഹെയർ ഹാബിറ്റിനെ പറ്റിയിട്ടാണ്. നമുക്ക് ഹെൽത്തി ഹെയർ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ പറ്റിയിട്ട്. പക്ഷെ അതിന് മുന്നേ ആദ്യമായിട്ടാണ് കണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കാരും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് അറിയിക്കാം. നമുക്ക് ഇതിലോട്ട് കിടക്കാം. അതിൽ ഫസ്റ്റ് ഹാബിറ്റ് ചേഞ്ച് ചെയ്യേണ്ട ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ കുളിച്ച് ഇറങ്ങിയതിന് ശേഷം നമ്മൾ തലയിൽ മുടി കെട്ടി അല്ലെങ്കിൽ തോർത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ടവൽ കെട്ടി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ബാക്കി പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പതുക്കെ വന്ന് അതിനെ ഒന്ന് ഉണക്കിയൊക്കെ സെറ്റ് ചെയ്ത് വെക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മുടി പെട്ടെന്ന് ഡ്രൈ ആവും. അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു സിൽക്കിനെസ്സോ അതല്ലെങ്കിൽ ആ ഒരു സോഫ്റ്റ്നെസ്സോ ആ ഒരു ഗ്ലോയോ ഒന്നും ഹെയറിന് കിട്ടാൻ പോണില്ല. സംഭവം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ അതിന് തുണി അലക്കിയിട്ട് അത് പ്രോപ്പറായിട്ട് ഉണക്കാൻ അപ്പം ഇട്ടില്ല, നമ്മളിങ്ങനെ വച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് അവിടെ ഇരുന്നിട്ട് അതിനുണ്ടാവുന്ന ആ ഒരു മുഷിവ് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഉണങ്ങാതാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എങ്ങനെയാണ്, അതുപോലെ തന്നെ നമ്മുടെ മുടിയിലോട്ട് വരും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റ് പ്രയോറിറ്റി ഹെയർ വാഷ് ചെയ്യണമെങ്കിൽ ഹെയർ വാഷ് ചെയ്യുന്ന ദിവസം ഫസ്റ്റ് പ്രയോറിറ്റി ഹെയർ ഉണക്കുക എന്നുള്ളതാണ്. ഞാൻ നിങ്ങൾക്ക് എപ്പോഴും പറഞ്ഞില്ല, നമ്മുടെ മുടി ഏറ്റവും വീക്കസ്റ്റ് ഫോമിൽ ഇരിക്കുന്നത് നനയ്ക്കുമ്പോഴാണ്. ആ നനഞ്ഞുകൊണ്ട് നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് മുടി ഉണക്കി വെക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ വരുന്നേക്കെ. അപ്പൊ പണ്ടേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പണ്ടേ നമ്മൾ പെട്ടെന്ന് പണ്ടത്തെ കാലത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മ, ഞാനൊക്കെ പണ്ട് കുളിച്ചിട്ട് വരെ മുടിനെ തോർത്തിൽ കെട്ടി വെക്കുമ്പോൾ അമ്മമ്മ പറയും, പൊന്നു മുടി തോർത്ത് കെട്ടി വെക്കല് അഴിച്ചിട്ട് ഉണക്കാൻ പറയും പെട്ടെന്ന്. അതിന്റെ റീസൺ ഇതായിരുന്നു. അപ്പോ അന്ന് അവര് പറയുന്നത് വേറെ എന്തെങ്കിലും ആയിരിക്കും, പക്ഷെ പ്രധാനമായിട്ട് വേണ്ട ഇതാണ്. നമ്മൾ അങ്ങനെ കുറെ നേരം കെട്ടി വെക്കുമ്പോൾ നമ്മുടെ മുടി പെട്ടെന്ന് ചീത്തയായിപ്പോ, ഫംഗൽ ഇൻഫെക്ഷൻസ് അതുപോലത്തെ പല പ്രശ്നങ്ങൾ വരും. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഭംഗി, നമ്മൾ മുടി നല്ല സോഫ്റ്റ് സിൽക്കി ആയിട്ട് കിടക്കണം, ആ ഒരു ഭംഗിയൊന്നും നമ്മൾ ഷൈനിങ് ഒന്നും നമ്മുടെ മുടിക്ക് കിട്ടാത്തതിന്റെ റീസൺ നമ്മളിങ്ങനെ കെട്ടിവെക്കുന്നതുകൊണ്ടാണ്. അതിപ്പോ നമ്മൾ നോർമൽ സാധാരണ തോർത്ത് കെട്ടി വെച്ചാലും നമ്മളിനി മൈക്രോ ഫൈബർ ഉള്ള എന്താ പറയുന്ന ടവല് കെട്ടി വെച്ചാൽ നമ്മൾ കോട്ടൺ ടീഷർട്ട് ആയാലും ഒക്കെ എന്ത് കെട്ടി വെച്ചാലും ഇപ്പൊ നമ്മൾ എത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം വെച്ചിട്ടാണ് നമ്മൾ ഹെയർ റാപ്പ് ചെയ്യുന്നതെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് ഉണങ്ങാനായിട്ട് പോകുന്നില്ല. ഫസ്റ്റ് ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ഹെയർ ഉണക്കുക എന്നുള്ളതാണ്. അത് എയർ ഡ്രൈ ചെയ്യുന്നേക്കാളും ഹെയർ ഡ്രൈ ചെയ്യുന്നതാണ് നല്ലത്. അപ്പൊ ഭയങ്കര ഹീറ്റൊന്നുമല്ല, പ്രോപ്പർ ആയിട്ടുള്ള ഹെയർ ഡ്രയർ വാങ്ങിയിട്ട് നമ്മൾ ഒരു ഹീറ്റിലല്ലാണ്ട് നമ്മൾ കൂൾ എയറിൽ നമുക്ക് ഉണക്കാൻ പറ്റും. ഇത്ര ഒരു കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട്, കാരണം നമ്മൾ ഒരുപാട് അടുത്ത് ഹോട്ട് എയറിലാണ് വെക്കുന്നതെങ്കിൽ നമ്മുടെ കൂടി പെട്ടെന്ന് ഡ്രൈയും ഫ്രിസിയോ അത് കൊടുക്കരുത്. നല്ല രീതിയിൽ നല്ല സെറം യൂസ് ചെയ്തിട്ട് കോൾഡ് എയറിൽ നന്നായിട്ട് ഹെയർ ഡ്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു 80% ഡ്രൈ ചെയ്തിട്ട് പിന്നെ നമ്മൾ എയർ ഡ്രൈ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുടി നല്ല രീതിയിൽ സലോൺ ടൈപ്പ് ഷൈനിങ്, നമുക്ക് പ്രോപ്പർ സലോൺ അല്ലെങ്കിൽ മിനിമം നമുക്ക് വീട്ടിൽ നല്ല രീതിയിൽ നേരത്തെക്കാളും നല്ല രീതിയിൽ നമുക്ക് ഷൈനിങ് നമ്മുടെ ഹെയറിന് കിട്ടും. അപ്പൊ ഫസ്റ്റ് മിസ്റ്റേക്ക്, ഒരിക്കലും ഹെയർ കുളിച്ചതിന് ശേഷം റാപ്പ് ചെയ്ത് വെക്കരുത്. രണ്ടാമത്തെ മിസ്റ്റേക്ക്, എനിക്കറിയാം ഈ പറയുന്ന എല്ലാവരും ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഹെയർ സ്റ്റൈലിംഗ് ടൂൾസ് ഉണ്ടാവും. നോർമലി പറഞ്ഞ ഇപ്പൊ ഒരുവിധം എല്ലാവരുടെ കയ്യിലും അറ്റ്ലീസ്റ്റ് ഒരു സ്ട്രെയിറ്റ്നർ എങ്കിലും നമ്മുടെ ലൈഫ് ടൈമിൽ ഇപ്പൊ നമ്മൾ ഇപ്പോഴത്തെ ആൾക്കാർ വാങ്ങിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരുപാട് വിലയുള്ളത് അല്ലെങ്കിൽ നമ്മളൊരു ചെറിയ മീഷോ എന്തെങ്കിലും നമ്മളൊരു ചെറിയ ഹെയർ സ്ട്രെയിറ്റ്നർ നമ്മുടെ കയ്യിലുണ്ടാവും. ഈ സ്ട്രെയിറ്റ്നർ എത്ര പേര് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യും? നമ്മളിപ്പോ ഇന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അടുത്ത കല്യാണത്തിന് അല്ലെങ്കിൽ അടുത്ത ഏതെങ്കിലും റാൻഡം ഫംഗ്ഷനെ സാധനം പുറത്തെടുക്കാറുള്ളൂ. പക്ഷെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പൊ വൃത്തിയാക്കിയില്ലെങ്കിൽ നമ്മൾ പിന്നെയെങ്കിലും അത് എപ്പോഴും വൃത്തിയാക്കാനായിട്ട് ശ്രദ്ധിക്കാം. രണ്ട് റീസൺ ഉണ്ട്. നമുക്കറിയാം, നമ്മൾ ഹെയർ സ്ട്രെയിറ്റ് ചെയ്യുമ്പോൾ ഒന്നുകിൽ നമ്മൾ എന്തെങ്കിലും അതിനകത്ത് കൊടുക്കും, ലൈക്ക് എന്തെങ്കിലും ഒരു സെറം അപ്ലൈ ചെയ്യും. അതല്ലെങ്കിൽ നമ്മൾ കുളിച്ചിട്ട് ചിലപ്പോൾ തെറ്റായിട്ടാണെങ്കിലും ചിലപ്പോൾ നമ്മൾ കുളിച്ചിട്ട് ഡയറക്റ്റ് വന്ന് മുടി ഒന്ന് അയൺ ചെയ്തിടാനായിട്ട് നോക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും അല്ല, പണ്ടൊക്കെയാണ് ഞാനൊക്കെ ചെയ്തിട്ടുള്ളതാണ്, സ്ട്രെയിറ്റ് ആകാൻ പറ്റുന്ന ജെല്ലൊക്കെ നമ്മൾ തേക്കും, എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഹെയറിൽ കൊടുക്കും. ഈ സാധനം വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ ഹെയർ ഇങ്ങനെ പ്രസ് ചെയ്ത് വിടുന്നത്. ഈ ഗങ്ക് പിന്നെ നമ്മുടെ മുടിയിലുള്ള അഴുക്കൊക്കെ എല്ലാം കൂടെ കയറിയിട്ട് ഈ ഹെയറിനകത്തോട്ട് ഇരിക്കും, ഈ സ്ട്രെയിറ്റ്നറിനകത്ത് ഇരിക്കും. ഇത് അവിടെ ഇരുന്നിട്ട് ഫംഗൽ ഇൻഫെക്ഷൻസ് വരും. പിന്നെ നമ്മൾ എടുത്തിട്ട് വലിക്കുമ്പോഴത്തേക്ക് അത് ഈ സാധനം നമ്മുടെ മുടിയിലോട്ട് വീണ്ടും ട്രാൻസ്ഫർ, നമ്മൾ അറിയത്തില്ല. പക്ഷെ നമ്മുടെ മുടി ഒരു പരിധിവരെ ചീത്തയാവുന്ന ഈ ഒരു റീസൺ കൊണ്ടായിരിക്കും. നമ്മൾ പ്രോപ്പറായിട്ട് അത് ശ്രദ്ധിക്കാറുമില്ല. ഏതൊക്കെ ഹെയർ സ്റ്റൈലിംഗ് ടൂൾസ് ആയിക്കോട്ടെ, അത് നിങ്ങളുടെ ചീപ്പ് ആയിക്കോട്ടെ, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെയർ ഡ്രയർ ആയിക്കോട്ടെ, അതല്ല ഹെയർ ഡ്രയർ പോലും നമ്മളൊരു അതിന്റെ ആ ഒരു സാധനമില്ലേ, ആ ഒരു എന്താ നമ്മുടെ ഹെയർ ഡ്രയറിന്റെ ആ ഒരു മൗത്ത്, ആ പീസ് ഇടയ്ക്കൊന്ന് നന്നായിട്ട് വാഷ് ചെയ്യുന്നതല്ല. കറക്റ്റ് മൊത്തം ഹെയർ ഡ്രയർ എടുത്ത് വാഷ് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. അറ്റ്ലീസ്റ്റ് ആ മൗത്ത് എങ്കിലും നമ്മൾ ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ കോമ്പിനെ പറ്റി നമ്മൾ ഇനി പറയും. പക്ഷെ ഏതൊരു സ്റ്റൈലിംഗ് ടൂൾ ആയിക്കോട്ടെ, നിങ്ങളുടെ സ്ട്രൈറ്റർ ആയിക്കോട്ടെ, കേളർ ആയിക്കോട്ടെ, ബ്ലോ ഡ്രയർ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അത് പ്രോപ്പറായിട്ട് വീക്കിലി വൺസ് എങ്കിലും ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. നമ്മളിപ്പോൾ യൂസ് ചെയ്യാതെ വെച്ചിരിക്കുകയാണെങ്കിൽ പോലും അതൊന്ന് എടുത്ത് വൃത്തിയാക്കുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ മേക്കപ്പ് സ്പഞ്ച് പോലെ തന്നെ
നമ്മുടെ ഈ ഒരു സാധനം നമ്മൾ പ്രോപ്പറായിട്ട് വൃത്തിയാക്കി വെച്ചില്ലെങ്കിൽ അതിനകത്ത് ഫംഗസ് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അത് നമ്മുടെ ഹെയറിനെ ഡാമേജ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ രണ്ടാമത്തെ മിസ്റ്റേക്ക് അല്ലെങ്കിൽ രണ്ടാമത്തെ നമ്മൾ ചേഞ്ച് ഓഫ് ഹാബിറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഹെയർ സ്റ്റൈലിംഗ് ടൂൾസ് ഒക്കെ ക്ലീൻ ആക്കി വെക്കുക എന്നുള്ളതാണ്. ഇതൊരു 2025 റെസൊല്യൂഷൻ ആയിട്ട് തന്നെ എടുത്തത് നമ്മൾ എല്ലാ ഹെയർ ഹാബിറ്റ്സും പ്രോപ്പറായിട്ട് ചെയ്യുമെന്നാണ്. ഇനി മൂന്നാമത്തെ നോക്കാം. മൂന്നാമത്തെ മിസ്റ്റേക്ക്, ഇപ്പോഴാണെങ്കിലും നമ്മൾ കുറച്ച് പേരെങ്കിലും ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേസുകളെ പറ്റി നമുക്ക് അറിയാം. കാരണം സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്യുമ്പം അല്ലെങ്കിൽ നമ്മുടെ അയണ യൂസ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ ധാരണയുണ്ട്. അതല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ 2025 റെസൊല്യൂഷൻ എടുക്കണം, ഞാൻ ഇനി എന്റെ മുടിയെ നന്നായിട്ട് നോക്കും, അപ്പൊ എന്തൊക്കെ ചെയ്യുന്നെങ്കിലും അതനുസരിച്ചുള്ള ഞാൻ എന്റെ ഫേസിന് അല്ലെങ്കിൽ ബോഡിക്ക് കൊടുക്കുന്ന അതേ കെയർ ഞാൻ എന്റെ മുടിക്കും കൊടുക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രോപ്പർ ആയിട്ട് ഹെയർ സ്റ്റൈലിംഗ് ടൂൾസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ ഒക്കെ യൂസ് ചെയ്യും. പക്ഷെ നമ്മൾ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ പ്രൊട്ടക്റ്റിംഗ് ടൂൾസ് വാങ്ങിക്കുമ്പോൾ നമ്മൾ സ്റ്റൈലിംഗ് ടൂൾസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ ഈ സ്പ്രേ വേണം എന്നറിയാം. അപ്പൊ നമ്മൾ അതിന് സെറം വാങ്ങിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിനകത്ത് ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് ഇൻഗ്രീഡിയൻസ് ഉള്ള സ്പ്രേസും അല്ലെങ്കിൽ സെറംസ് വാങ്ങിക്കും. ഈ സെറം വാങ്ങിച്ചാൽ ഹെയറിന് നറിഷ്മെന്റും കിട്ടും, അതിന് ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സാധനം ഉണ്ടാവും. അതായത് മോയ്സ്ചറൈസർ അല്ലാതെ 15+ SPF 15 സൺസ്ക്രീൻ ഉള്ളത് പോലെ അങ്ങനെ നമ്മൾ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യും. സംഭവം എന്ന് വെച്ചാൽ അന്ന് മോയ്സ്ചറൈസറിൽ ഞാൻ പറയാറില്ലേ, നമ്മൾ മോയ്സ്ചറൈസറിൽ SPF ഉണ്ടായിട്ട് കാര്യമില്ല, സൺസ്ക്രീനകത്ത് മോയ്സ്ചറൈസർ ഉണ്ടെങ്കിൽ ഫൈൻ, അല്ലാണ്ട് മോയ്സ്ചറൈസറിൽ SPF ഉണ്ടെങ്കിൽ കാര്യമില്ല. കാരണം അവിടെ മെയിൻ ആയിട്ട് അവർ നോക്കുന്നത് മോയ്സ്ചറൈസേഷൻ ആണ്, SPF ആണ്. സെയിം ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ഈ സിറത്തിനകത്തും അല്ലെങ്കിൽ നമ്മുടെ അല്ലാത്ത ഹെയർ സ്പ്രേ അങ്ങനെയൊക്കെ സാധനങ്ങൾ എടുക്കും, അതിനകത്ത് അവർ ഹീറ്റ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ മെയിൻ ഫംഗ്ഷൻ ഹീറ്റ് പ്രൊട്ടക്ഷൻ ആയിരിക്കത്തില്ല. നിങ്ങൾക്ക് ഹെയറിന് എളുപ്പം മണം തരേണ്ട ഹെയർ സ്പ്രേ സ്മെല്ലിങ്ങിന് വേണ്ടിയായിരിക്കും, അതല്ലെങ്കിൽ ഷൈനിങ്ങിന് വേണ്ടിയിരിക്കും, അല്ലെങ്കിൽ ഹോൾഡിങ്ങിന് വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ നറിഷ്മെന്റിന് വേണ്ടിയൊക്കെ ഉള്ളതായിരിക്കും. ഇതിനകത്ത് ഹീറ്റിന്റെ ഫാക്ടർ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് എവിടെയെങ്കിലും ഒരു ചെറിയ എലമെന്റ് എന്തെങ്കിലും ഒരു ഇൻഗ്രീഡിയന്റ് ഉണ്ടാവും എന്നുള്ളതല്ലാണ് പ്രോപ്പർ ആയിട്ട് നമുക്ക് പ്രൊട്ടക്ഷൻ അതിനകത്ത് കിട്ടാൻ പോലും. അപ്പൊ അങ്ങനെയുള്ള സാധനം വാങ്ങിച്ചിട്ട് നമ്മൾ നമ്മുടെ മുടിക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നു എന്ന് പറഞ്ഞ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അത് പീക്ക് തെർമ പ്രൊട്ടക്ഷൻ സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ മുടി നന്നാവാനായിട്ട് പോകില്ല. പിന്നെ രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഡെയിലി ഹെയർ സ്ട്രെയിറ്റ് ചെയ്യാത്ത സ്റ്റൈൽ ചെയ്യാത്തതാണ്. ഇപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഹെയർ സ്ട്രെയിറ്റ്നറോ സ്മൂത്തിങ്ങോ അല്ലെങ്കിൽ ബോട്ടോക്സോ കെരാറ്റിനോ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഡെയിലി ഹെയർ സ്ട്രെയിറ്റ് ചെയ്യാൻ നിന്നാൽ അത് നമ്മുടെ മുടിക്ക് ദോഷമാണ്. കാരണം നമ്മുടെ മുടി ഫോം ചെയ്തേക്കുന്നത് കെരാറ്റിൻ പോലെയുള്ള പോളിമർ ബോണ്ട് വെച്ചിട്ടാണ്. അപ്പൊ ഈ സംഭവം എന്ന് വെച്ചാൽ ഇതിങ്ങനെ ബോണ്ട് ചെയ്ത് വെച്ചേക്കണം. അപ്പൊ നമ്മൾ പ്രോപ്പർ ആയിട്ടല്ല ഹീറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിനകത്തിട്ട് വാട്ടർ വേപ്പർ കയറിയിട്ട് നമ്മുടെ ഹെയർ ഒക്കെ പെട്ടെന്ന് പൊട്ടാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രൊട്ടക്റ്റിംഗ് സ്പ്രേസ് യൂസ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്പ്രേ നമ്മുടെ ഹെയറിന്റെ സ്ട്രാൻഡിൽ പ്രോപ്പർ ആയിട്ടൊരു കോട്ട് ഫോം ചെയ്തിട്ടാണ് നമ്മൾ സ്ട്രെയിറ്റ് ചെയ്യാനായി സ്റ്റൈൽ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പ്രോപ്പർ ആയിട്ടൊരു സ്റ്റൂൾ അല്ല അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ളൊരു തെർമൽ സ്പ്രേ അല്ല യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇതൊരിക്കലും ആ സ്ട്രാൻഡിനെ പ്രോപ്പറായിട്ട് കവർ ചെയ്യത്തില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൊട്ടക്ഷൻ ഒരിക്കലും നമ്മുടെ ഹെയറിന് കിട്ടാനും പോണില്ല. അപ്പൊ മൂന്നാമത്തെ മിസ്റ്റേക്ക്, പ്രോപ്പർ ആയിട്ടുള്ള തെർമൽ പ്രൊഡക്ട്സ് യൂസ് ചെയ്യാറ് അല്ലെങ്കിൽ സ്റ്റൈലിംഗ് പ്രൊഡക്ട്സ് യൂസ് ചെയ്യാറ്. അടുത്ത ഹാബിറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യത്തിന് റിലേറ്റ് ചെയ്തിട്ടാണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരുപാട് ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ അല്ലെങ്കിൽ ഹെയർ സ്റ്റൈലിംഗ് വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. പ്രത്യേകിച്ചും ഇപ്പൊ നമ്മൾ കേളിങ് ഇതിനൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസ് കാണാറുണ്ട്. നല്ലതാണ്, നമുക്ക് ഗൈഡൻസ് കിട്ടുന്നത്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ വീഡിയോസ് കാണുമ്പോൾ നമ്മൾ മനസ്സിൽ വെക്കും അവർ ചിലപ്പോൾ പ്രോപ്പർ ആയിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക, പക്ഷെ നമ്മൾക്കൊരു ടൈം ഡ്യൂറേഷൻ കാരണം നമ്മൾ അതിന്റെ പകുതി സ്റ്റെപ്പുകൾ മിസ് ചെയ്യും. അപ്പൊ ഉണ്ടാകുന്ന പ്രശ്നം വെച്ചാൽ നമ്മുടെ ഹെയർ പെട്ടെന്ന് ഡാമേജ്. അപ്പൊ ഏതൊരു പ്രോസസ്സും നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്യാം. അതിനകത്ത് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതായിട്ട് മിസ്റ്റേക്കാണ് ബ്ലോ ഡ്രയർ വെച്ചിട്ട് ചെയ്യുന്നത്. നമുക്ക് തന്നെ അറിയാം, നമ്മൾ ഇപ്പോ കണ്ടിട്ടുണ്ട് പറയുന്നില്ലേ ഏത് സാധനമാണ് നമ്മൾ പണ്ട് വീഡിയോസിൽ TV ഷോസ് കാണും, അല്ലെങ്കിൽ നമ്മൾ ടർക്കിഷ് സീരീസ് കാണാം, നടിമാരുടെ മുടി ഇങ്ങനെ പഫി ആയിട്ടിരിക്കും. പ്രിറ്റി വിമൺ ഓക്കെ ഷിവാസ് പ്രിറ്റിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, പുള്ളിക്കാരുടെ മുടി ഇങ്ങനെ ഇതായിട്ടിരിക്കും. പിന്നെ പുള്ളി ബ്ലോ ഡ്രൈ അല്ലെങ്കിൽ സ്ട്രൈറ്റിംഗ് ദിവസം ചെയ്തിട്ട് മുടിയൊക്കെ എന്നെ പോലെ കാക്കയൊക്കെ വെച്ചിട്ടുണ്ടാവുന്നത്. എനിവേസ് അപ്പൊ അവളങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ പ്രോസസ് റീക്രിയേറ്റ് ചെയ്യാൻ തോന്നും, അതൊന്നും തെറ്റില്ല, ഞാനൊക്കെ അത് റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ ബ്ലോ ഡ്രൈ വെച്ചിട്ടൊക്കെ അത് ചെയ്യുമ്പോഴത്തേക്ക് അവർ കാണിക്കുമ്പോൾ ചിലപ്പോൾ അവർ ഡ്രൈ ഹെയറിലായിരിക്കും കാണിക്കുന്നത്. ബിക്കോസ് അവർ പ്ലഗ് ഇൻ ചെയ്തിട്ടുണ്ടാവുന്നില്ല, ഷോയിൽ കാണിക്കുന്നതാണ്, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ടാവും. നമ്മൾ എപ്പോഴും ബ്ലോ ഡ്രൈ ചെയ്യുമ്പോൾ ഡ്രൈ ചെയ്യാൻ എന്തെങ്കിലും സാധനം വേണം. അപ്പം ബ്ലോ ഡ്രൈ ചെയ്യുമ്പോൾ ഞാൻ 80% ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ബ്ലോ ഡ്രൈ ചെയ്യാൻ എന്തെങ്കിലും സാധനം വേണം. ഇപ്പൊ നമ്മൾ പാത്രം വെറുതെ വെച്ചിട്ട് ചൂടാക്കിയാൽ പാത്രം
പൊട്ടിപ്പോത്തില്ല. അതേ സാധനത്തിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫുഡ് വെച്ചിട്ട് അത് കുക്കാവും. എക്സാക്ട്ലി സെയിം കണക്കാണ്. നമ്മുടെ മുടി നമ്മൾ എപ്പോഴും ബ്ലോ ഡ്രൈ ചെയ്യുമ്പോൾ അത് ഡാം ഹെയറിൽ വേണം ബ്ലോ ഡ്രൈ ചെയ്യാൻ. അല്ലാണ്ട് പുറത്തു പോകാനായിട്ട് സ്റ്റൈൽ ചെയ്യാനായിട്ട് റാൻഡം ആയിട്ട് നമ്മൾ റൗണ്ട് ബ്രഷും ബ്ലോ ഡ്രയറും എടുത്തിട്ട് പെട്ടെന്ന് ചെയ്തിട്ട് പോകരുതാണ്. നിങ്ങൾ ലിറ്ററലി നിങ്ങളുടെ മുടി ഡാമേജ് ചെയ്യുന്നതിന് പ്രോസസ്സാണ്. നിങ്ങൾ എത്ര ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് എന്തിട്ടാലും ബ്ലോ ഡ്രൈ വേറെ അയണിങ് വേറെ, അത് എപ്പോഴും മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ ബ്ലോ ഡ്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മുടി ഡാം ചെയ്യുക എന്നുള്ളത്. നമ്മൾ ഹൈലറോണിക് ആസിഡ് യൂസ് ചെയ്യാൻ വെള്ളം യൂസ് ചെയ്യുന്ന കണക്ക് നമ്മുടെ ഹെയർ ബ്ലോ ഡ്രൈ ചെയ്യാൻ എപ്പോഴും ഹെയർ വെറ്റ് ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. സോ അതല്ലാണ്ട് പ്രത്യേകിച്ച് ബ്ലോ ഡ്രൈ ബ്രഷ് ഒക്കെ ഭയങ്കരമായിട്ട് ഫ്രീക്വന്റ് ആയിട്ട് നമുക്ക് ഇപ്പൊ ഡൈസൺ വാങ്ങിക്കാൻ പറ്റുന്നില്ല. ഡൈസൺ ഒക്കെ ഉണ്ട്. ഡൈസൺ ഇല്ലെങ്കിൽ നമുക്ക് ഒരുപാട് അല്ലാത്ത കുറഞ്ഞ ബ്രാൻഡുകളുടെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ബ്രാൻഡുകളുടെ ബ്ലോ ഡ്രൈ ബ്രഷസ് അവൈലബിൾ ആണ്. നമ്മൾ ഓഫീസിൽ പോകാനായിട്ട് കോളേജിൽ പോകാനൊക്കെ നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്യാറുണ്ട്. ഇപ്പൊ ഞാനൊക്കെ ബ്ലോ ഡ്രൈ യൂസ് ചെയ്യുന്ന ആളാണ്, സ്റ്റൈലിംഗ് ബ്രഷസ് യൂസ് ചെയ്യുന്ന ആളാണ്. ഇപ്പൊ ഈ മുടി ബോട്ടോക്സ് ചെയ്യുന്നതിന് വേണ്ടി ഇതൊക്കെ ഞാനും യൂസ് ചെയ്ത ആൾക്കാരാണ്. പക്ഷെ യൂസ് ചെയ്തതിന് അതിൻ്റെതായിട്ടുള്ള പ്രോപ്പർ വേ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഏതൊരു സ്റ്റൈലിംഗ് ടൂൾസ് ആയാലും ഏതൊരു ബ്ലോ ഡ്രൈ ബ്രഷ് ആയാലും ഏതൊരു ബ്ലോ ഡ്രയർ ആയാലും യൂസ് അതിന് അതിൻ്റെതായിട്ടുള്ള പ്രോസസ്സ് ഉണ്ട്. അത് കൺഫേം ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുക. കാരണം ഏതൊരു നമ്മുടെ എന്തും നമ്മുടെ ഹെയറിൽ യൂസ് ചെയ്യും. പക്ഷെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഡാമേജ് ആക്കാനും ഹെയർ പറ്റും. പ്രോപ്പറായിട്ട് യൂസ് ചെയ്താൽ നല്ല റിസൾട്ട് നമ്മുടെ ഹെയറിന് കിട്ടും. സോ ഫിനിഷ് ലുക്ക് മാത്രം കണ്ടിട്ട് ഒരിക്കലും നമ്മൾ റൺ ചെയ്യരുത്. അതിന്റെ ബേക്കിലുള്ള പ്രോസസ്സ് മനസ്സിലാക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ഫംഗ്ഷൻ കൂടെ സ്വന്തമായിട്ട് ചെയ്യണമെങ്കിൽ ചെയ്തോ, പക്ഷെ ആ ടൈം പ്രോസസ്സ് എടുക്കുക, കറക്റ്റ് ടൈം ഡ്യൂറേഷൻ എടുക്കുക, കറക്റ്റ് പ്രോസസ്സ് ഫോളോ ചെയ്ത് ചെയ്യുക. കാരണം ഒരു ഫംഗ്ഷന് വേണ്ടി നമുക്ക് നമ്മുടെ ഹെയർ ഡ്രൈ ചെയ്യാൻ നശിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങൾ ബ്ലോ ഡ്രൈ ചെയ്യാനാണെങ്കിലും ഹെയർ സ്റ്റൈൽ ചെയ്യാനാണെങ്കിലും എന്താണെങ്കിലും പ്രോപ്പർ പ്രോസസ്സ് ഫോളോ അപ്പ് ചെയ്ത് ചെയ്യാന്ന് മനസ്സിൽ വിചാരിക്കുക. കാരണം ഈ ഹാബിറ്റുകളെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് നിന്നാലേ നമുക്ക് ലോങ് റണ്ണിൽ നമ്മുടെ ഹെയർ പ്രോപ്പറായിട്ട് വെക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പൊ എന്റെ പേഴ്സണൽ കെയറിൽ എടുക്കുകയാണെങ്കിൽ തന്നെ ഞാൻ മുടി എല്ലാം ചെയ്ത് കളറ് സ്ട്രൈറ്റ്. ഇപ്പൊ എന്നെ ലോങ് റണ്ണിൽ നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ട് കാണുന്ന ആളാണെങ്കിൽ മനസ്സിലാവും എന്നെ നാച്ചുറൽ ഹെയർ ഉണ്ട്, ഞാൻ കളർ ചെയ്തിട്ടുണ്ട്, ഇതിന്റെ ഇടയിൽ കെരാറ്റിൻ ബോട്ടോക്സ് വീണ്ടും ബോട്ടോക്സ് ഒക്കെ ചെയ്യുന്ന ആളാണ് ഞാൻ. പക്ഷെ എന്റെ മുടിക്ക് അത്രയും ഡാമേജ് ഉണ്ടാവാതിരിക്കുന്നതിന്റെ റീസൺ എന്ന് വെച്ചാൽ കുറച്ചൊക്കെ മുടിയുടെ കാര്യം വരുമ്പോൾ കുറച്ചും കൂടി ശ്രദ്ധ, ഫേസിനേക്കാൾ കുറച്ചും കൂടി ശ്രദ്ധ കൊടുക്കും. കറക്റ്റ് പ്രൊഡക്റ്റ് ഞാനിപ്പോ ചെയ്യുന്ന സ്ഥലത്ത് എന്താണോ അവർ അഡ്വൈസ് ചെയ്യുന്നത് കറക്റ്റ് ഞാൻ ആ പ്രോസസ്സ് ഫോളോ അപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് വലിയ പ്രശ്നമില്ലാണ്ട് മുടി പോകുന്ന ഈ കളികളെല്ലാം കളിച്ചിട്ട്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ എന്തും ചെയ്യാം, പക്ഷെ നമ്മൾ അതിന്റെ പ്രോപ്പർ ഗൈഡൻസ് വെച്ചിട്ട് വേണം എപ്പോഴും ചെയ്യാൻ. അത് ബ്ലോ ഡ്രയർ തൊട്ട് സ്ട്രൈറ്റ്നർ തൊട്ട് നമ്മൾ കെരാറ്റിൻ ബോട്ടോക്സ് എന്തായാലും. അപ്പൊ അടുത്ത ഹാബിറ്റ് എന്ന് വെച്ചാൽ എന്ത് പ്രോസസ്സ് ഹെയറിൽ ചെയ്താലും അതിന്റെ പ്രോപ്പർ ഗൈഡൻസിൽ ചെയ്യുക എന്നുള്ളതാണ്. അടുത്തതെന്ന് വെച്ചാൽ ഹെയർ എക്സ്റ്റൻഷൻസ്. ഇപ്പൊ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മളിപ്പോ ഹെയർ എക്സ്റ്റൻഷൻസ് വന്നു തുടങ്ങി. അധികം കോമൺ അല്ലെങ്കിലും നമുക്ക് അറിയാവുന്ന പലർക്കും 10 പേരെടുത്താൽ 10 പേരിൽ ഒരാളെങ്കിലും ഹെയർ എക്സ്റ്റൻഷൻസ് ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്താണ് ഹെയർ എക്സ്റ്റൻഷൻ എന്ന് അറിഞ്ഞിടാത്തവർക്കാണെങ്കിൽ നമുക്ക് നമ്മുടെ പെർമനന്റ് ആയിട്ട് നമുക്ക് ഹെയർ എക്സ്റ്റൻഷൻസ് വെക്കാൻ പറ്റും കുറച്ച് പ്രോസസ്സിലൂടെ. നമ്മുടെ മുടിയുടെ ഇടയിൽ സ്ട്രാൻഡ്സിൽ കുറച്ച് ഹെയർ ഇല്ലെങ്കിൽ നമുക്ക് മുടി ഇല്ലാത്ത ആൾക്കാർക്ക് അതൊരു പെർമനന്റ് സൊല്യൂഷൻ. നാച്ചുറൽ ഹെയർ കിട്ടും, സിന്തറ്റിക് കിട്ടും. അതൊക്കെ ഓരോ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ ചെയ്യും. അപ്പൊ ഹെയർ എക്സ്റ്റൻഷൻസ് നല്ലതാണ്. ഡെഫിനറ്റ്ലി നമുക്ക് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഹെയർ ലെങ്ത് വേണമെങ്കിൽ എക്സ്റ്റൻഷന് പോകുന്നത് തെറ്റില്ല. പക്ഷേ എപ്പോഴും ഹെയർ എക്സ്റ്റൻഷൻ എടുക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നോക്കണം. പ്രോപ്പർ സലോൺ ആയിരുന്നു സെലക്ട് ചെയ്യാൻ നോക്കണം. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് എന്ന് പറഞ്ഞിട്ട് പോകരുത്. അത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണോ എന്ന് നോക്കും. കാരണം ബഡ്ജറ്റിനെക്കാളും ഇപ്പൊ അത് നമ്മൾ ഒരുപാട് ചെറിയ ചെറിയ നോട്ടുകൾ നമ്മുടെ തലയിൽ കൊടുക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ നോട്ടുകൾ പ്രോപ്പർ ആയിട്ട് ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മുടി കോതാൻ പറ്റില്ല. പിന്നെ കാരണം മാത്രമല്ല അതിന് പ്രോപ്പറായിട്ട് കോതാൻ സെപ്പറേറ്റ് കോംബ് ഉണ്ട്, വാഷിംഗ് റുട്ടീൻസ് ഒക്കെ ചേഞ്ച് നമ്മൾ ഫുൾ കോൺഫിഡന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഹെയർ എക്സ്റ്റൻഷന് പോകാൻ പാടുള്ളൂ. കാരണം നമ്മുടെ ഹെയർ റൊട്ടീൻ മാറും. നമ്മൾ നോർമലി ഹെയർ വാഷ് ചെയ്യുന്ന പോലെ ഹെയർ വാഷ് ചെയ്യാൻ പറ്റത്തില്ല, നോർമലി കോംബ് ചെയ്യുന്നതാണ് കോംബ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ സീംലെസ് ആണ്, നല്ല ഭംഗിയാണ്. എല്ലാ കാര്യവും അതിന്റെ ഭംഗിയൊക്കെ ഒരു സ്ഥലത്തുണ്ടെങ്കിൽ അതിന്റെ ബേക്കിലുള്ള കഷ്ടപ്പാടും വേറെയാണ്. ആ പ്രോസസ് കംപ്ലീറ്റ്ലി ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഹെയർ എക്സ്റ്റൻഷൻസ് പോവരുത്. കാരണം മോസ്റ്റ് ഓഫ് ദി ടൈം നമ്മളെ പോലെയുള്ള സാധാരണക്കാരെ ഹെയർ എക്സ്റ്റൻഷന് പോകുന്നതിന്റെ റീസൺ നമുക്ക് മുടി എന്താ പറയുന്നത് മുടി ഇല്ലാത്തതുകൊണ്ട് മുടി നാച്ചുറൽ ആയിട്ട് വളർത്താൻ വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ടല്ല അത് ഫോളോ അപ്പ് ചെയ്ത് നമുക്ക് ആ റൊട്ടീൻ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടത്തില്ല. ഒരുപാട് ഡാമേജസ് ഉണ്ടാക്കുകയും ചെയ്യും. അപ്പൊ കാണുന്ന നമ്മൾ റീലിലോ ഷോർട്സിലോ വീഡിയോസിലോ കാണുന്ന ഭംഗി അപ്പോഴത്തെ ഭംഗിയല്ല, അതിന് ബേക്കിലുള്ള കഷ്ടപ്പാട് നമ്മൾ മനസ്സിലാക്കാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടി നശിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പൊ ഏതൊരു പ്രോസസ്സ് എടുക്കുന്നതിന് മുന്നേ ഫസ്റ്റ് ഞാൻ ബേസിക്കലി ചെയ്യുന്നൊരു കാര്യം പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ഏതൊരു പ്രോസസ്സ് ചെയ്യുന്നതിന് മുന്നേ ഹൈ എൻഡിലുള്ള ആളുകളെ വിളിച്ചിട്ട് ഫുൾ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും. എന്നിട്ട് അതനുസരിച്ചിട്ട് പിന്നെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളതിലോട്ട് പോകും. എപ്പോഴും നമ്മൾ
നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആളോട് കാര്യം ചോദിച്ചെങ്കിൽ മനസ്സിലാക്കുക. നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കാര്യം ചോദിച്ചെങ്കിൽ മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഇപ്പൊ ടോപ്പിൽ നിൽക്കുന്ന ഹെയർ എക്സ്റ്റൻഷൻസ് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും അതിന്റെ മിഡിലൊക്കെ ഉള്ളത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും. പക്ഷെ പ്രോപ്പറായിട്ട് നന്നായിട്ട് ചെയ്തു തരുന്ന ആൾക്കാരും കാണും. അപ്പൊ നമുക്ക് അവരെ കണ്ടുപിടിക്കാനൊന്നും ഉണ്ടാവത്തില്ല. പക്ഷെ അതിന്റെ ടേക്ക് കെയർ സ്റ്റെപ്പ് അതൊന്നും നമ്മൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കാതെ നമ്മളൊരു റാൻഡമായിട്ട് സ്പേസ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടായിരുന്ന മുടിയും കൂടെ നശിക്കുന്നതിലോട്ട് പോകും. അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് പറയാൻ കാരണം ബേസിക്കലി ഇത് ഒരിക്കലും ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ച ആളല്ല. കാരണം ഇത് നമ്മുടെ നോർമൽ റൊട്ടീനിൽ വരുന്ന കാര്യമല്ലല്ലോ. പക്ഷെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ ഇതിനെ പറ്റിയൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ റാൻഡമായിട്ടൊരു വീഡിയോ കയറി വന്നതാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ ഇങ്ങനെ കണ്ടതാണ്, അവര് ചെയ്തൊക്കെ ടോപ്പ് എൻഡിലായിരുന്നു. പക്ഷേ ആ റിസൾട്ട് അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാണ്ടായത് കാരണം, അല്ലെങ്കിൽ അവർ പറഞ്ഞു കൊടുത്തതുപോലെ ചെയ്യാത്തത് കാരണം മുടി പെട്ടെന്ന് നശിച്ചു പോകും. ഇത് എക്സ്റ്റൻഷൻസിന്റെ കാര്യത്തിൽ മാത്രമല്ല, സ്ട്രൈറ്റിന്റെയും സ്മൂത്തിങ്ങും ഒക്കെ പണ്ട് മുതലേ ആൾക്കാർ ചെയ്യും. പ്രോപ്പറായിട്ട് നമുക്ക് ആ ഒരു ടേക്ക് കെയർ ചെയ്യാൻ പറ്റുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് മുടി പോകും. അപ്പൊ നമ്മൾ കുറ്റം അതിനെ പറയും. ചിലപ്പോൾ കുറ്റം അതിന്റെ ആയിരിക്കത്തില്ല, നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യാത്തതുകൊണ്ടായിരിക്കും. അപ്പൊ അതെപ്പോഴും മനസ്സിലാക്കി, എന്ത് ഹെയർ പ്രോസസ്സ് പോകണമെങ്കിലും അത് എനിക്ക് ചെയ്യാൻ പറ്റും. അതിന്റെ ബാക്കി അന്നത്തെ ദിവസം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളും കൂടെ എപ്പോഴും മനസ്സിലാക്കിയിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ പോകാൻ, അല്ലെങ്കിൽ മുടി നശിച്ചു പോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിപ്പോൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞാൽ ഹീറ്റ്. പക്ഷെ ആഴ്ചയിൽ അല്ലെങ്കിൽ ദിവസം എത്ര തവണ നമുക്ക് തലയിൽ ഹീറ്റ് സ്റ്റൈലിംഗ് ടൂൾസ് യൂസ് ചെയ്യാം? ഞാൻ നേരത്തെ പറഞ്ഞ ഡെയിലി ബേസിൽ യൂസ് ചെയ്യാം, എന്നാൽ വീക്ക്ലി ബേസിലോ ഫസ്റ്റ് എപ്പോഴും മനസ്സിലാക്കാം, നമ്മൾ എത്ര പ്രൊട്ടക്ഷൻ യൂസ് ചെയ്താലും നമ്മൾ ഹീറ്റ് യൂസ് ചെയ്യുമ്പോൾ ഒരു പരിധി വരെ നമ്മുടെ മുടിയിൽ ഡാമേജ് ആവും. അത് ഡ്രയർ ആയിക്കോട്ടെ, ഫ്ലാറ്റ് ടൈം ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. ഇപ്പൊ നിങ്ങൾ ഫ്ലാറ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ ഡ്രയർ യൂസ് ചെയ്യുമ്പോൾ പ്രോപ്പർ ഡ്രയർ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിൽ മിനിമം ആയിട്ട് ഇത്ര ക്വാളിറ്റി ഉള്ള ബ്ലോ ഡ്രയർ വാങ്ങിക്കാനായിട്ട് ഉദ്ദേശിക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ലോക്കലായിട്ട് ഫ്ലിപ്പിലും ആമസോണിലും ഒക്കെ നമുക്ക് ലോക്കലായിട്ട് റേറ്റ് കുറഞ്ഞ് എന്താ പറയുന്ന ബ്ലോ ഡ്രൈസ് കിട്ടും. അത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മുടി പെട്ടെന്ന് ഡ്രൈയും ഫ്രിസി ആവാനുള്ള ചാൻസ് കൂടുതലാണ്. നോർമലി ഉണ്ടാവുന്നെങ്കിൽ പോലും നോർമലി ചെറിയ രീതിയിൽ ഡ്രൈ ബിസിനസ് ഉണ്ടാവുന്നെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ലോ ക്വാളിറ്റി ഹീറ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കൺഫേം ആയിട്ടും അത് ഡ്രൈയും ഫ്രിസി ആവും. നമുക്ക് നെക്സ്റ്റ് ടൈം മോർണിംഗ് നമുക്ക് അയൺ ചെയ്യേണ്ടി വരും. അപ്പം വിത്തിൻ 24 hours നമ്മൾ 2 പ്രാവശ്യം അയൺ ഹീറ്റ് യൂസ് ചെയ്യും. ഇനി വൈകിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷന് പോകണം, എന്തെങ്കിലും പോകണം, വീണ്ടും നിങ്ങൾ അയൺ യൂസ് ചെയ്യും. അപ്പോൾ ഒരാഴ്ച 7 ദിവസം ഉണ്ടെങ്കിൽ 3 പ്രാവശ്യം ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ 7 × 3 21 തവണയൊക്കെ നമ്മുടെ ഹെയറിൽ ഹീറ്റിങ് കണ്ടിന്യൂസ് യൂസ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ അതിപ്പോൾ ഒരു മാസം നിങ്ങൾ ഒരാഴ്ച കണ്ടിന്യൂസ് യൂസ് ചെയ്താൽ മുടി ഡാമേജ് ആവും. അപ്പൊ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഹെയർ ഇപ്പൊ ഒരു ദിവസം നിങ്ങൾ ഹീറ്റ് യൂസ് ചെയ്താൽ 2-3 ദിവസത്തെ ഗ്യാപ്പ് കൊടുത്തിട്ട് പ്രൊട്ടക്ഷനിലാണെങ്കിൽ പോലും അടുത്ത പ്രാവശ്യം ഹെയർ വീണ്ടും ഹീറ്റിലോട്ട് കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുടി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതിന് ചെയ്യേണ്ടത് ഒന്ന്, നമ്മൾ നല്ല രീതിയിലുള്ള ബ്ലോ ഡ്രൈസിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അയണിലൊന്നും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ പറയത്തില്ല, പക്ഷെ അത്യാവശ്യം ബ്ലോ ഡ്രൈ ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു നമ്മുടെ വേഗയുടെ ഒക്കെ ബ്ലോ ഡ്രയർ, വേഗയുടെ ഡെയിലി ബ്ലോ ഡ്രയേഴ്സ് കിട്ടും. ഒരു പിങ്ക് പേർപ്പിൾ, കുറച്ച് ചെറുതാണ്, പക്ഷെ അതിന് $1000 കിട്ടും. അപ്പൊ അത് അങ്ങനത്തെ ഏതെങ്കിലും ഒക്കെ ഒന്ന് വാങ്ങിയിട്ട് യൂസ് ചെയ്യാം. ഈ 500-750 ഒക്കെ വാങ്ങിക്കുമ്പോൾ ഈ വേഗയുടെ തന്നെ നമുക്ക് റേറ്റ് കുറച്ച് കിട്ടും, അത് അത്ര അഫോർഡബിൾ ആയിട്ട് കിട്ടും. അങ്ങനത്തെ ഏതെങ്കിലും ഒന്ന് വാങ്ങിച്ച് ഇൻവെസ്റ്റ് ചെയ്ത് എന്തായാലും ഡെഫിനറ്റ്ലി കുറെ നാൾ പോകും. ഞാൻ കൊറോണയ്ക്ക് മുന്നേ വാങ്ങിച്ച ബ്ലോ ഡ്രയർ എനിക്ക് വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നു. അപ്പൊ എന്താ ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, നമ്മൾ ബ്ലോ ഡ്രയർ തീരെ അറ്റ്ലീസ്റ്റ് ചീപ്പ് വാങ്ങിക്കുന്നെങ്കിൽ ഒരു മിനിമം പേരുള്ള പേരുള്ള ഒരു കമ്പനിയുടെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഒരു കോൺഫിഡൻസ് ഉണ്ട്. ലൈക്ക് അത്രയും ചീപ്പ് പ്രൊഡക്റ്റ് അല്ല, ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ആയിരിക്കും. നമ്മൾ പേര് പോലും കേൾക്കാത്ത ബ്ലോ ഡ്രയർ ഒക്കെ വാങ്ങിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ മുടി പെട്ടെന്ന് ഡാമേജ് ആവും. അതുപോലെ തന്നെ അയൺസ് ആയാലും നമ്മൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള അയൺ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. പ്ലാറ്റിനം ആയാലും എന്ത് അയൺ ആയാലും അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് വാങ്ങിക്കുക. റാൻഡമായിട്ട് ഞാനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഫ്ലിപ്കാർട്ടിലൊക്കെ ഈ 250 രൂപയ്ക്ക്, 300 രൂപയ്ക്ക്, 450 രൂപയ്ക്കൊക്കെ നമ്മൾ അഫോർഡബിൾ ആണ് എന്ന് വിചാരിച്ചിട്ട് വാങ്ങിക്കുമ്പോൾ അതിനപ്പുറത്തോട്ട് നമ്മുടെ മുടി ചീത്തയാവുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ എപ്പോഴും മറന്നു പോകും. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പിന്നെ മാക്സിമം ഹീറ്റ് നിങ്ങൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ അത് വീക്ക്ലി വൺസോ ട്വൈസോ ത്രൈസ് മാക്സിമം, അതിനപ്പുറത്തോട്ട് ഹീറ്റ് യൂസ് ചെയ്യാത്തതാണ് നല്ലത്. ഡെയിലി നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ബ്ലോ ഡ്രയർ കൂളിലിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരുപാട് ഹീറ്റിൽ കൂളിലിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഇഷ്യൂ ഉണ്ടാവാനായിട്ട് പോകില്ല. അത് 80% ഡ്രൈ ചെയ്തിട്ട് പിന്നെ നമുക്ക് അല്ലാണ്ട് വിടാം. മാത്രമല്ല നമ്മൾ ബ്ലോ ഡ്രൈ ചെയ്യുമ്പോൾ ഹെയർ ബ്ലോ ഡ്രൈ ചെയ്ത് വെക്കാൻ സെറ്റ് ചെയ്യാനാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ അടുത്തോട്ട് ബ്ലോ ഡ്രയർ കൊടുക്കേണ്ടി വരും. കാരണം വെറുതെ ഉണക്കാണെങ്കിൽ നമുക്ക് കുറച്ച് അകത്തി നിർത്തിയിട്ട് കൊടുക്കാൻ പറ്റും. അതാണ് വേറൊരു പ്രത്യേകത. ഉണക്കുന്ന ഹെയർ ഉണക്കാനായിട്ട് ബ്ലോ ഡ്രൈ ചെയ്യുന്നതും ഡ്രൈ ചെയ്യാനായിട്ട് ബ്ലോ ഡ്രൈ ചെയ്യുന്നത്, സ്റ്റൈൽ ചെയ്യാനായിട്ട് ബ്ലോ ഡ്രൈ ചെയ്യുന്നത്. അപ്പൊ അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, കാരണം ബ്ലോ ഡ്രൈ ചെയ്യുമ്പോൾ നമ്മൾ മൂഡ് കുറച്ചുകൂടി പുള്ളിയും പുഷിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് ഡെയിലി ചെയ്യുന്നതിനേക്കാളും നല്ലത്
അത് വീക്കിലി ത്രേസ് ആക്കുന്നത് നല്ലതാണ്. മാത്രമല്ല ഡ്രൈ ചെയ്യുമ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് ഡ്രൈ ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. ഹെയറിൽ നല്ല ഹെയർ സെറംസ് യൂസ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക, ബ്ലോ ഡ്രൈക്ക് മുന്നേ ബ്ലോ ഡ്രൈക്ക് ശേഷം. പിന്നെ ഹീറ്റിന്റെ ആ ഒരു ഡ്യൂറേഷൻ കൂടെ ഒന്ന് കുറയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എത്ര തവണ ഞാൻ മുടി വാഷ് ചെയ്യണം. ഹാബിറ്റിൽ വരുന്നത് തന്നെയാണ്. ചില ആൾക്കാർ നമ്മളിപ്പോൾ തെറ്റിദ്ധാരണയുണ്ട്, ഇത്ര പ്രാവശ്യം കുളിച്ചു കഴിഞ്ഞാൽ അല്ലെ, ഇത്ര പ്രാവശ്യം കുളിച്ചു കഴിഞ്ഞാൽ മുടി നശിക്കും, അതൊന്നും ഞാൻ ആഴ്ചയിൽ ഒരു പ്രാവശ്യമേ കുളിക്കണം, അങ്ങനെ ആഴ്ചയിൽ മിനിമം 3 പ്രാവശ്യം നമ്മൾ ഹെയർ വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഡെയിലി വാഷ് ചെയ്താലും കുഴപ്പമില്ല. നിങ്ങൾ ജിമ്മിൽ പോകുന്ന ആൾക്കാരാണ്, നിങ്ങൾ കണ്ടിന്യൂസ്ലി ഭയങ്കര ഹെക്റ്റിക് ആയിട്ട് പൊല്യൂഷനിൽ ഇറങ്ങുന്ന ആൾക്കാരാണ്, ഹെയർ ഡെയിലി വാഷ് ചെയ്യണം. കാരണം നിങ്ങളുടെ ഹെയർ സ്കാൽപ്പിൽ അത്രയും ബിൽഡപ്പ് ഉണ്ട്. ആ ബിൽഡപ്പ് വെച്ചിട്ട് ഇറങ്ങി നമ്മുടെ മുടി പൊഴിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഡെയിലി യൂസ് ചെയ്യാൻ ജെന്റിൽ ആയിട്ടുള്ള ഷാമ്പൂസ് യൂസ് ചെയ്താൽ മതി, പ്രശ്നം അവിടെ തീർന്നു. പിന്നെ അടുത്ത നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ എക്സ്ട്രീംലി ഓയിലി സ്കാൽപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് വീക്ക്ലി 3 ടൈംസ് എന്തായാലും ഹെയർ വാഷ് ചെയ്യേണ്ടി വരും. അതിൽ നല്ല ഡ്രൈ ഹെയർ ആണ് എന്നുണ്ടെങ്കിൽ മാത്രം വീക്ക്ലി 2 ടൈംസ് ഹെയർ വാഷ് ചെയ്താൽ മതി. പിന്നെ ഇപ്പം നമ്മളിപ്പോൾ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഇപ്പോൾ ഓട്ടോക്സ് കെയർ ആയിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി വീക്ക്ലി 1 അല്ല 2 3 തവണ മാത്രമേ ഹെയർ വാഷ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഷാമ്പു നമുക്ക് അവര് റെക്കമെൻഡ് ചെയ്യും, അത് യൂസ് ചെയ്താൽ മതി, പ്രശ്നം സോൾവ് ആയി. പിന്നെ ഈ നമ്മുടെ ഇപ്പൊ എക്സ്ട്രീംലി ഓയിലി സ്കാൽപ്പ് ആണെങ്കിൽ നമ്മൾ വിചാരിക്കും ഓക്കെ ഫൈൻ, ഞാൻ ഈ ഷാമ്പു യൂസ് ചെയ്യും, എനിക്ക് കണ്ടീഷണർ ആവശ്യമില്ല, അങ്ങനെ വിചാരിക്കരുത്. ഷാമ്പു സ്കാൽപ്പിനും കണ്ടീഷണർ ഹെയറിന്റെ ലെങ്തിനും ആണെന്നുള്ള കാര്യം എപ്പോഴും മനസ്സിലാക്കാം. നിങ്ങളത് ഓയിലി സ്കാൽപ്പ് ആണെങ്കിൽ സാലിസിലിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ഷാമ്പു, അതല്ലെങ്കിൽ കുറച്ച് സൾഫറുള്ള ഷാമ്പു ഒക്കെ യൂസ് ചെയ്യുക, കുഴപ്പമില്ല. ഇത് ഡ്രൈ ആണെങ്കിൽ എപ്പോഴും ജെന്റിൽ ആയിട്ടുള്ള ഷാമ്പൂസ് യൂസ് ചെയ്യുക. ആൻഡ് സെറമൈഡ്, പെപ്റ്റൈഡ് പോലെയുള്ള ബോൺസ് ഉള്ള ഷാമ്പൂസ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ എല്ലാ ഹെയർ ഓയിൽസും ഓരോ വാഷിന് മുന്നേ ഹെയർ ഓയിൽ ചെയ്യണം എന്ന് നിർബന്ധമില്ല. വീക്ക്ലി വൺസ് 30 മിനിറ്റ്സിന് മുന്നേ ഹെയർ ഷാമ്പൂ ഓയിൽ ചെയ്താൽ മതി. ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ ഒരിക്കലും ഹെയർ ഓയിൽ ചെയ്യുന്നതും നല്ലതല്ല, ഓയിൽ ചെയ്യാനും പാടില്ല. അപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പൊ എന്ന് വെച്ചാൽ പ്രോപ്പർ ആയിട്ട് ഹെയർ വാഷിംഗ് റൊട്ടീൻ കൺഫേം ചെയ്യുക എന്ന് വെക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് നിങ്ങളുടെ സ്കാൽപ്പ് ടൈപ്പ് ഒക്കെ അനുസരിച്ചിട്ടാണ്. അതിനെ പറ്റിയൊക്കെ നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. അതിന് വേണമെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞ് നമുക്ക് ഒന്നുകൂടെ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഐക്കാർഡിൽ ഹെയറിന്റെ ഒരു വീഡിയോ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അത് ചെയ്യാം. അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പൊ 2025 കുറച്ച് ഹെയർ റൊട്ടീൻ ഞാൻ പറഞ്ഞു തന്നിട്ട് മനസ്സിലായി. എനിക്കറിയാം ഇത് കോമൺ ആയിട്ടുള്ള ടോപ്പിക് അല്ല, എന്നാൽ കുറച്ച് കോമൺ ആയിട്ടുള്ള ടോപ്പിക്ക് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാവർക്കും ഇൻ ജനറൽ ടോപ്പിക്കിൽ ആൾക്കാർക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് മിക്സപ്പ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. ഇനി ഞാൻ ഏതെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ നമുക്ക് ട്യൂസ്ഡേയുടെ വീഡിയോയിൽ അതല്ലെങ്കിൽ ലവ് വീഡിയോ ആയിട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണം. ഇതുപോലത്തെ സ്കിൻ കെയർ നെറ്റ് കെയർ വീഡിയോ ട്യൂസ്ഡേ, തേഴ്സ്ഡേ, സൺഡേസിലും എത്ര